ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു അനൂസ് എഡ്യു ഹബ്. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ലെറ്റ് സ്റ്റാർട്ട്. പേജ് നമ്പർ 48. ഒബ്സർവ് ദ ഫോളോയിങ് പിക്ചേഴ്സ്. പാർട്സ് ഓഫ് സർട്ടൺ സർക്യൂട്ട്സ് ആർ റെപ്രസെൻറ്റഡ് ഇൻ ദ പിക്ചേഴ്സ് ഗിവൻ ബിലോ. താഴെ 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. സർക്യൂട്ട് 1, സർക്യൂട്ട് 2, സർക്യൂട്ട് 3. സർക്യൂട്ട് എന്താണെന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പം സർക്യൂട്ടിൻ്റെ 3 ടൈപ്സ് ഓഫ് സർക്യൂട്ട്സ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. അതിൽ വിൽ ദ ബൾബ്സ് ഇൻ ദീസ് സർക്യൂട്ട് ഗ്ലോ? 3 തരത്തിലാണ് ഈ സർക്യൂട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്ന 3ലും ബൾബ് ഗ്ലോ ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ബൾബ് കത്തുമോ? വൈ? കത്തുമെങ്കിൽ എന്താ കാര്യം? അനലൈസ് ദ പിക്ചേഴ്സ്. Closed circuit and open circuit. What is closed circuit and what is open circuit? A circuit is a closed one if it is complete. ഒരു സർക്യൂട്ട് ഫുൾ ഫിനിഷ് കംപ്ലീറ്റ് ആണെങ്കിൽ അതൊരു ക്ലോസ് സർക്യൂട്ട് ആയിരിക്കും. ഇഫ് ദ സർക്യൂട്ട് ഈസ് നോട്ട് കംപ്ലീറ്റ് ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. ഇലക്ട്രിക് ഡിവൈസസ് ക്യാൻ വർക്ക് ഓൺലി ഇൻ എ ക്ലോസ് സർക്യൂട്ട്. അതായത് ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് അല്ലെങ്കിൽ, അതായത് എവിടെയെങ്കിലും കണക്ഷൻ വിട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും അവിടെ? അതിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യൂല. അതൊരു ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ക്ലോസ് സർക്യൂട്ടിൽ കൂടെ മാത്രമേ വൈദ്യുതി കടക്കുകയുള്ളൂ. അപ്പോൾ മോളിൽ കാണിച്ചിരിക്കുന്ന ഈ 3 പിക്ചേഴ്സിലും 3ലും ബൾബ് കത്തൂല. കാണിച്ച ഫസ്റ്റ് പിക്ചറിൽ കണ്ടില്ലേ ബാറ്ററി എന്നുള്ള ഈ ബൾബിലേക്കുള്ള കണക്ഷൻ കട്ടാണ്. സെയിം തിങ് ബൾബിൽ നിന്ന് ഈ ബാറ്ററിയിലോട്ടുള്ള കണക്ഷൻ കട്ടാണ്. ദെൻ തേർഡ് വൺ വയറ് ബ്രോക്കൺ ആണ് അല്ലേ. അപ്പം ഈ 3 സർക്യൂട്ട്സിലും ബൾബ് കത്തൂല. ആർ ദ ഫോളോയിങ് സർക്യൂട്ട്സ് ക്ലോസ്ഡ് ഓർ ഓപ്പൺ? വൈ? അനലൈസ് ദ ഫിഗേഴ്സ് ആൻഡ് റൈറ്റ് ഡൗൺ. സി നെക്സ്റ്റ് 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. സർക്യൂട്ട് 1, സർക്യൂട്ട് 2. ഫസ്റ്റ് നമ്മൾ കാണിച്ചിരിക്കുന്നത് എന്താണ്? അത് ഓപ്പൺ സർക്യൂട്ടും. സെക്കൻഡ് പിക്ചർ എന്താണ്? സർക്യൂട്ട് 2, ദാറ്റ് ഈസ് ക്ലോസ് സർക്യൂട്ട്. വൈ? ആ ക്ലോസ് സർക്യൂട്ട് കണ്ടില്ലേ, ഫുൾ കണക്റ്റഡ് ആണ്. പോസിറ്റീവും നെഗറ്റീവും എല്ലാം കണക്റ്റഡ് ആണ്. അതിനനുസരിച്ച് ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സർക്യൂട്ടിൽ ആ നെഗറ്റീവ് വയർ വന്നിട്ട് കണക്റ്റഡ് അല്ല. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ബൾബ് വിൽ നോട്ട് ഗ്ലോ. അപ്പോൾ എന്താണ് കാര്യം? എന്താണ്? ഇലക്ട്രിക് ഡിവൈസസ് വിൽ വർക്ക് ഓൺലി വെൻ ദ സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ്. അപ്പോൾ ഒരു ക്ലോസ് സർക്യൂട്ടിൽ മാത്രമേ ഇലക്ട്രിക് ഡിവൈസ് വർക്ക് ചെയ്യുള്ളൂ. വി യൂസ് ബൾബ്സ് ആൻഡ് ഫാൻസ് വൈൽ വി ആർ ഇൻ എ റൂം. ദെൻ ആർ ദ സർക്യൂട്ട്സ് ഓഫ് ദ ബൾബ് ആൻഡ് ഫാൻ ക്ലോസ്ഡ് ഓർ ഓപ്പൺ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, നമ്മൾ റൂമിലായിരിക്കുമ്പോൾ ബൾബും ഫാനും എല്ലാം ഓൺ ചെയ്ത് വയ്ക്കാറുണ്ട് അല്ലേ. അപ്പോൾ ദെൻ ആർ ദ സർക്യൂട്ട്സ് ഓഫ് ദ ബൾബ് ആൻഡ് ഫാൻസ് ക്ലോസ്ഡ് ഓർ ഓപ്പൺ? അപ്പോൾ ഫാൻസിൻ്റെയും ബൾബിൻ്റെയും സർക്യൂട്ട് ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ? ഡോണ്ട് യു സ്വിച്ച് ഓഫ് ദ ബൾബ് ആൻഡ് ഫാൻ വെൻ യു ലീവ് ദ റൂം? റൂമിൽ നിന്നും ഇറങ്ങുമ്പോഴത്തേക്ക് പുറത്തിറങ്ങുമ്പോൾ ബൾബും ഫാനും ഒക്കെ, ലൈറ്റും ഫാനും ഒക്കെ ഓഫ് ചെയ്യാറില്ലേ? ഹൗ ക്യാൻ വി മേക്ക് സർക്യൂട്ട്സ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആസ് റിക്വയർഡ്? നമുക്ക് ആവശ്യമനുസരിച്ച്, നമ്മളെ റിക്വയർമെൻറ്റിനനുസരിച്ച് സർക്യൂട്ട്സ് ഓപ്പണും ക്ലോസും എങ്ങനെ ആക്കാൻ പറ്റും? നെക്സ്റ്റ് പേജ്. ഒബ്സർവ് ദ പിക്ചർ. റൈറ്റ് സൈഡിലൊരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ. ബാറ്ററിയിൽ ബൾബ് ഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്വിച്ചും ഘടിപ്പിച്ചിട്ടുണ്ട്. വാട്ട് അറേഞ്ച്മെൻറ്റ് ഡു യു സീ ഇൻ ദ പിക്ചർ ടു ടേൺ ദ ബൾബ് ഓൺ ആൻഡ് ഓഫ് വെൻ എവർ റിക്വയർഡ്? അപ്പം നമ്മൾ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന പിക്ചർ അനുസരിച്ച് ഒരു ബൾബ് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഓഫും ഓണും ആക്കാനായിട്ട് എന്തെല്ലാമാണ് നമ്മളതിൽ ചെയ്തിരിക്കുന്നത്? സ്വിച്ചാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ ലൈറ്റ് അല്ലെങ്കിൽ ബൾബ് ഓഫും ഓണും ആക്കാനായിട്ട് ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. സ്വിച്ച് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മേക്ക് എ സർക്യൂട്ട് ക്ലോസ്ഡ് ഓർ ഓപ്പൺ വെൻ റിക്വയർഡ്. സ്വിച്ച് എന്നുള്ളൊരു ഡിവൈസ് വെച്ചിട്ടാണ് ഒരു സർക്യൂട്ടിനെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഓണും ഓഫ്, അതായത് ക്ലോസും ഓപ്പണും ആക്കാൻ ഉപയോഗിക്കുന്നത്. എ സർക്യൂട്ട് ബിക്കംസ് ക്ലോസ്ഡ് വെൻ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ. അതായത്
ഒരു സർക്യൂട്ട് ക്ലോസ് ആവും. എപ്പോഴാണ്? സ്വിച്ച് ഓൺ ചെയ്യുമ്പം സർക്യൂട്ട് ഓൺ ആവും, ക്ലോസ് ആവും. അതായത് ഒരു സ്വിച്ച് ഇടുമ്പോഴത്തേക്ക് സർക്യൂട്ട് ക്ലോസ് ആവും. അപ്പോൾ എന്താവും? ലൈറ്റ് കത്തും അല്ലെങ്കിൽ ഫാൻ കത്തും. ഇറ്റ് ബിക്കംസ് ഓപ്പൺ വെൻ സ്വിച്ച് ഇസ് ടേൺഡ് ഓഫ്. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ആ സർക്യൂട്ട് ഓപ്പൺ ആവും. അപ്പോൾ എന്താണ്? പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡിവൈസ് ഓപ്പൺ ആവും, ഓഫ് ആവും. Can you include a switch also in the circuit you have made? അപ്പം ലാസ്റ്റ് പേജിൽ ഒരു സർക്യൂട്ട് നമ്മൾ നിർമ്മിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിലൊരു സ്വിച്ചും കൂടെ ഘടിപ്പിക്കാനാണ് പറയുന്നത്. ദെൻ ഫോർ ഫർദർ റീഡിങ്, കൂടുതൽ അറിവിനായി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ്, പലതരത്തിലുള്ള സ്വിച്ചുകൾ. സ്വിച്ച് എന്താണെന്ന് അറിഞ്ഞു, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വിച്ചസ്, പല ടൈപ്പ് ഓഫ് സ്വിച്ചസ് നമുക്ക് കണ്ടിട്ടുണ്ട് അല്ലേ? താഴെ കണ്ടില്ലേ, കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. വി യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയർ വിത്ത് ദം. പല സിറ്റുവേഷൻസിലും പല തരത്തിലുള്ള സ്വിച്ചസ് ആണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ, ഓർഡിനറി സ്വിച്ച്. ആദ്യം കാണിക്കുന്ന കണ്ടില്ലേ, ഓർഡിനറി സ്വിച്ച്. ഇത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടാവും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടു വേ സ്വിച്ച്. തേർഡ് വൺ ബെൽ സ്വിച്ച്. ദെൻ ഫോർത്ത് വൺ പുഷ് ബട്ടൺ സ്വിച്ച്. ദെൻ സ്ലൈഡിങ് സ്വിച്ച്, മെയിൻ സ്വിച്ച്. ഇതെല്ലാം ഓൾമോസ്റ്റ് എല്ലാവരും ഈ ടൈപ്പ് സ്വിച്ചസ് കണ്ടിട്ടുണ്ടാകും. നെക്സ്റ്റ് പേജ്, ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുത പ്രവാഹം. ഇൻ ദ സർക്യൂട്ട് യു ഹാവ് മെയ്ഡ്, ഇലക്ട്രിസിറ്റി ഫ്രം ദ ബാറ്ററി റീച്ചസ് ദ ബൾബ് ഓൺലി വെൻ യു സ്വിച്ച് ഇറ്റ് ഓൺ. നിങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു സർക്യൂട്ടിൽ ബൾബിലേക്ക് എപ്പോഴാണ് ഇലക്ട്രിസിറ്റി എത്തുന്നത്? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മാത്രമേ എത്തുന്നുള്ളൂ. ഹൗ ഡസ് ഇലക്ട്രിസിറ്റി റീച്ച് ദ ബൾബ് ഫ്രം ദ ബാറ്ററി? അപ്പോൾ വൈദ്യുതി, ഇലക്ട്രിസിറ്റി ബാറ്ററിയിൽ നിന്നും ബൾബിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എത്തുന്നത്? ഡു ഓൾ സബ്സ്റ്റൻസസ് അലൗ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ? എല്ലാ സബ്സ്റ്റൻസും ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യാൻ അത് അലൗ ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. എല്ലാ സബ്സ്റ്റൻസസും, അതായത് എല്ലാ മെറ്റീരിയലിൽ കൂടെയും വൈദ്യുതി പ്രവാഹം നടക്കുമോ? നോ അല്ലേ? അതായത് ഓൺലി ത്രൂ മെറ്റൽസ്. അതർ മെറ്റീരിയൽസ് ലൈക്ക് റബ്ബർ ദെൻ പ്ലാസ്റ്റിക്, ഗ്ലാസ് ഐറ്റംസ്, ഇവയിലൊന്നും വൈദ്യുതിയുടെ ഫ്ലോ നടക്കില്ല, വൈദ്യുതി പ്രവാഹം നടക്കില്ല. യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് സബ്സ്റ്റൻസസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആൻഡ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? സബ്സ്റ്റൻസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വൈദ്യുതി ഫ്ലോ, അതായത് ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ ചെയ്യാൻ പറ്റുന്ന, ഇലക്ട്രിസിറ്റിക്ക് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന, പാസ് ചെയ്യാൻ പറ്റുന്ന ആ സബ്സ്റ്റൻസിനെ കണ്ടക്ടേഴ്സ് എന്ന് പറയും അല്ലേ? മറ്റതിനെ എന്ത് പറയും? നോൺ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ അതിനെ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നു അല്ലേ? അതായത് വൈദ്യുതി കടത്തിവിടുന്ന മെറ്റീരിയൽസും ഉണ്ട്, വൈദ്യുതി കടത്തിവിടാത്ത മെറ്റീരിയൽസും ഉണ്ട്. ഡിസൈൻ ആൻഡ് എക്സ്പെരിമെൻറ്റ് ടു ഡിസ്റ്റിങ്വിഷ് ദം ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട്, ഡിസൈൻ ചെയ്തിട്ട് അത് ക്ലാസ്സിൽ പറയാനാണ്, പ്രസൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് ദ 9V ബാറ്ററി, കണക്റ്റിംഗ് വയർ ആൻഡ് ദ LED മോഡ്യൂൾ ഫ്രം യുവർ സയൻസ് കിറ്റ്. അതായത് നിങ്ങളുടെ സയൻസ് കിറ്റിൽ നിന്ന് 9V ബാറ്ററി എടുക്കണം, പിന്നെ എന്താണ്, ഒരു കണക്റ്റിംഗ് വയറും പിന്നെ ഒരു LED മോഡ്യൂളും എടുക്കണം ഫ്രം സയൻസ് കിറ്റിൽ നിന്ന്. അറേഞ്ച് ദം ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അതായത് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലത്തെ റൈറ്റ് സൈഡിൽ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട് അല്ലേ? ആ രീതിയിലൊന്ന് കണക്ട് ചെയ്യണം. വിൽ ദ LED മോഡ്യൂൾ ഗ്ലോ ഇൻ ദ സർക്യൂട്ട്? അതായത് ആ സർക്യൂട്ടിൽ LED മോഡ്യൂൾ ഗ്ലോ ചെയ്യുമോ? വൈ? കണക്ട് ദ എൻഡ്സ് മാർക്ക്ഡ് A and B യൂസിങ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ തന്നിരിക്കുന്ന സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബൾബ് കത്തുമോ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. അത് കത്തൂല. എന്തുകൊണ്ടാണ്? LED മോഡ്യൂൾ വിൽ നോട്ട് ഗ്ലോ അല്ലേ? വൈ? ബിക്കോസ് സർക്യൂട്ട് ഈസ് ഇൻകംപ്ലീറ്റ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ആ എൻഡ്സ്, A എന്ന് പറയുന്ന റെഡ് വയറിൻ്റെ എൻഡും
ബി എന്ന് പറഞ്ഞ ബ്ലൂ വയർ അല്ലേ, അതിൻ്റെ എൻഡും കൂടെ കണക്ട് ചെയ്യാനാണ് പറയുന്നത്. കണക്ട് ദ എൻഡ്സ് മാർക്ക് എ ആൻഡ് ബി യൂസിങ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. പല മെറ്റീരിയൽസും വെച്ച് കണക്ട് ചെയ്യാനാണ് പറയുന്നത്. ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണ് അല്ലേ. ഇത് ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് ഗ്ലോ ചെയ്യില്ല. ഇത് ഇൻകംപ്ലീറ്റ് ആണ്. ഇതിങ്ങനെ ഓപ്പൺ ആയിരിക്കുന്നത് കൊണ്ട് ഈ ഒരു കണക്ഷൻ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് കൊണ്ട് LED ബൾബിൽ ആവശ്യമായിട്ടുള്ള കറണ്ട് ഫ്ലോ ചെയ്യില്ല. മെറ്റീരിയൽസ്: സേഫ്റ്റി പിൻ, എ പീസ് ഓഫ് വുഡ്, പേപ്പർ, സ്റ്റീൽ സ്കെയിൽ, ചാർക്കോൾ, പെൻസിൽ, ഗ്രാഫൈറ്റ്, ദെൻ പ്ലാസ്റ്റിക് ബാങ്കിൾ, മെറ്റൽ ബാങ്കിൾ, വെറ്റ് പേപ്പർ, കോപ്പർ വയർ. ഇതൊക്കെയാണ് മെറ്റീരിയൽസ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടക്ടേഴ്സ് അല്ലേ. ഇതിലേതെല്ലാമാണ് കണ്ടക്ടേഴ്സും പിന്നെ നോൺ കണ്ടക്ടേഴ്സും. ടാബുലേറ്റ് യുവർ ഒബ്സർവേഷൻസ്. താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതിൽ ഫില്ലപ്പ് ചെയ്യണം. ഫസ്റ്റ് എന്താണ് മെറ്റീരിയൽ യൂസ്ഡ് പേപ്പർ പിന്നെ വുഡ്, ക്ലോത്ത്, റബ്ബർ ഇവയെല്ലാം വെച്ച് കണക്ട് ചെയ്താലോ. ഒബ്സർവേഷൻ: LED മോഡ്യൂൾ ഡിഡ് നോട്ട് ഗ്ലോ. LED മോഡ്യൂൾ ഗ്ലോ ചെയ്യില്ല because they are non-conductors. Then the inference എന്താണ്? Does not conduct electricity. Since it is a non-conductor, electricity do not conduct അല്ലേ, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. പിന്നെ എന്താണ് മെറ്റീരിയൽസ് യൂസ്ഡ്? കോമ്പസ്, സ്റ്റീൽ സ്കെയിൽ, ഇതെല്ലാം അവർ തന്നിരിക്കുന്ന മെറ്റീരിയൽസാണ്. ഇവയെല്ലാം വെച്ച് കണക്ട് ചെയ്ത് നോക്കാനാണ് പറയുന്നത്. എക്സ്പെരിമെൻ്റ് ആണിത്. ദെൻ കോമ്പസ്, സ്റ്റീൽ സ്കെയിൽ, ദെൻ അയൺ നെയിൽ, കോയിൻ ഇവയെല്ലാം വെച്ച് കണക്ട് ചെയ്താലോ. LED ബൾബ് ഗ്ലോസ്. വൈ? ബിക്കോസ് ഇറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. ദീസ് മെറ്റീരിയൽസ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. അതാണ് ഇൻഫറൻസ്. ദെൻ സിൽവർ റിംഗ്, ദെൻ പെൻസിൽ, ഗ്രാഫൈറ്റ്, സേഫ്റ്റി പിൻ, മെറ്റൽ ബാങ്കിൾ ഇവയെല്ലാം നമ്മൾ വെച്ച് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒബ്സർവേഷൻ എന്താണ്? ദാറ്റ് ഓൾസോ സെയിം, ബൾബ് വിൽ ഗ്ലോ because these materials also conducts electricity. Which of the materials you used made the LED glow? നമ്മൾ യൂസ് ചെയ്ത ഏതെല്ലാം മെറ്റീരിയൽസ് മൂലമാണ് LED ബൾബ് ഗ്ലോ ആയത്? Then what could be the reason? അതിൻ്റെ റീസൺ എന്താണ്? Then isn't it due to the passage of electricity through those materials? ഇലക്ട്രിസിറ്റി ആ മെറ്റീരിയൽസിൽ കൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് ആകുന്നില്ലേ, അത് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടല്ലേ ആ LED ബൾബ് ഗ്ലോ ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസറും ഉണ്ടല്ലേ. ഏതൊക്കെ മെറ്റീരിയൽസാണ് LED ബൾബ് ഗ്ലോ ചെയ്തത്? കോമ്പസ്, സ്റ്റീല്, പിന്നെ അങ്ങനെ കുറച്ച് സംഭവം ടേബിളിലുള്ളതുപോലെ. ദെൻ വാട്ട്? എന്തുകൊണ്ടാണ് അതിൻ്റെ റീസൺ? ബിക്കോസ് ദോസ് മെറ്റീരിയൽസ് അല്ലേ, ദോസ് മെറ്റീരിയൽസ് ആർ കണ്ടക്ടേഴ്സ്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ സഹായിക്കുന്നവയാണ്. Then which materials conduct electricity? Which materials do not conduct electricity? ഇതെല്ലാം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഏതെല്ലാം മെറ്റീരിയൽസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും ഈ തന്നിരിക്കുന്നതിൽ എന്തൊക്കെയാണ് മെറ്റീരിയൽ? സേഫ്റ്റി പിൻ, പീസ് ഓഫ് വുഡ് അല്ലേ. അങ്ങനെ ഈ തന്നിരിക്കുന്ന ഏതെല്ലാമാണോ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ നോൺ കണ്ടക്ടേഴ്സ് അവ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. ദെൻ പ്ലേസ് യുവർ ഫിംഗേഴ്സ് ഓവർ ദ എൻഡ്സ് ഓഫ് A and B in the device made for the experiment. Does the LED glow? Repeat the experiment with wet fingers. What change do you notice? And then give reason. അതായത് നമ്മളിപ്പോൾ എക്സ്പെരിമെൻറ്റിന് വേണ്ടി മേക്ക് ചെയ്ത ആ ഒരു ഡിവൈസ്, ആ ഡിവൈസിൻ്റെ എൻഡ് A എൻഡ് B എൻഡ് അവിടെ നമ്മുടെ ഫിംഗേഴ്സ് വെച്ച് പ്രസ് ചെയ്യുമ്പോൾ, ഫിംഗേഴ്സ് വെച്ച് ക്ലോസ് ചെയ്താൽ, നമ്മളവിടെ വെച്ചാൽ എന്ത് സംഭവിക്കും? LED ബൾബ് ഗ്ലോ ചെയ്യുമോ? എന്നിട്ട് ആ എക്സ്പെരിമെൻറ്റ് പിന്നെ റിപ്പീറ്റ് ചെയ്യുക. എന്ത് നോട്ടീസാണ്? എങ്ങനെ? വെറ്റ് ഫിംഗേഴ്സ് വെച്ചിട്ട് നമ്മളിതുപോലെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ പിടിക്കുമ്പോൾ LED ബൾബ് പിന്നെ ഗ്ലോ ചെയ്യുമോ? അതായത് ഡ്രൈ ഫിംഗറിലും വെറ്റ് ഫിംഗറിലും നമ്മൾ എൻഡിൽ പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിക്കുന്നത്. ബൾബ് ഗ്ലോ ചെയ്യുമോ ഇല്ലയോ? ആൻസർ ടു ദ ക്വസ്റ്റ്യൻ: നമ്മുടെ ഡ്രൈ ഫിംഗർ വെച്ചിട്ട് A എൻഡിൽ B എൻഡിൽ നമ്മൾ
നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? LED ബൾബ് ലൈക്ലി ഇറ്റ് വോണ്ട് ഗ്ലോ. അത് ചിലപ്പോൾ അത് ഗ്ലോ ചെയ്യില്ല, അല്ലെങ്കിൽ ഇറ്റ് വിൽ ഗ്ലോ വെരി ഡിംലി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി, നമ്മളെ ഒരു ഡ്രൈ സ്കിൻ എന്ന ഹൈലി ഇലക്ട്രിക്കൽ റെസിസ്റ്റൻ്റ് ആണ് നമ്മുടെ ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത്. അതായത് അതൊരു പൂവർ കണ്ടക്ടറാണ്. ഇലക്ട്രിസിറ്റിയുടെ ഒരു പൂവർ ഇലക്ട്രിസിറ്റി കണ്ടക്ടിങ് ഈസ് വെരി പൂവർ. ദെൻ കറണ്ട് ഫ്ലോയിങ് ത്രൂ യുവർ ബോഡി വിൽ ബി വെരി സ്മോൾ, ഇൻസഫിഷ്യൻറ്റ് ടു ലൈറ്റ് അപ്പ് ദ LED. അതായത് ഒരു LED ബൾബ് കത്താൻ അളവിലായിട്ടുള്ള കറണ്ട് നമ്മുടെ ബോഡിയിൽ കൂടെ പാസ് ചെയ്യില്ല. നേരെ മറിച്ച് നമ്മുടെ വെറ്റ് ഫിംഗേഴ്സ് വെച്ചാണ് നമ്മളത് പിടിക്കുന്നതെങ്കിൽ, A and B എൻഡിൽ നമ്മൾ പ്ലേസ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കും? LED ബൾബ് ബ്രൈറ്റായിട്ട് കത്തും, അല്ലെങ്കിൽ കുഴപ്പമില്ലാതെ അത് നല്ല രീതിയിൽ കത്തും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെറ്റ് സ്കിൻ, എസ്പെഷ്യലി ഇഫ് ഇറ്റ് ഈസ് സ്വെറ്റ് സ്കിൻ, സ്വെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഡിസോൾവ്ഡ് സോൾട്ട് ഉണ്ട്. അതായത് അതിൽ വിയർപ്പിൽ ഉപ്പ് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വെറ്റ് സ്കിന്നാണ് വെച്ചിട്ടാണ് നമ്മൾ അത് A and B നമ്മൾ എൻഡിൽ പിടിക്കുകയാണെങ്കിൽ ലൈറ്റ് എന്തായിരുന്നാലും ഗ്ലോ ചെയ്യും. കാരണം വെച്ചാൽ ആ സമയത്ത് നമ്മുടെ ബോഡി ആ വെറ്റ് സ്കിൻ വെച്ച് പിടിക്കുമ്പോൾ ബോഡി ഒരു ബെറ്റർ ഇലക്ട്രിസിറ്റി കണ്ടക്ടറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡു നോട്ട് ഓപ്പറേറ്റ് എ സ്വിച്ച് വിത്ത് എ വെറ്റ് ഹാൻഡ്. ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഡു നോട്ട് ഓപ്പറേറ്റ് എ സ്വിച്ച് വിത്ത് എ വെറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ നനഞ്ഞ കൈവച്ച് ഇത് സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യരുത്, സ്വിച്ച് ഓൺ ചെയ്യരുതെന്ന് പറയുന്ന ബിക്കോസ് വാട്ടർ ഈസ് എ ഗുഡ് കണ്ടക്ടർ അല്ലേ. വെള്ളത്തിലൂടെ ഇലക്ട്രിസിറ്റി നല്ല രീതിയിൽ ഹൈലി പാസ് ചെയ്യും. അപ്പോഴും നമ്മൾ വെറ്റ് ഹാൻഡ് വെച്ച് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഷോക്ക് ഏൽക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പ്യുവർ വാട്ടർ അല്ല. വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ടാപ്പ് വാട്ടറിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. അത് ഫിൽറ്റേർഡ് അല്ല. ഫിൽറ്റർ വാട്ടർ ലൈക്ക് പ്യുവർ വാട്ടർ, മിനറൽ വാട്ടറിലൊക്കെ ആണെങ്കിൽ അതൊരു ലെസ് കണ്ടക്ടറാണ്. കുറച്ചും കൂടെ റെസിസ്റ്റൻസ് ഉണ്ട് ഈ പ്യുവർ വാട്ടറിൽ. നേരെ മറിച്ച് ടാപ്പ് വാട്ടറിലൊക്കെ ആണെങ്കിൽ അതിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ദെൻ സ്വെറ്റിലൊക്കെ ആണെങ്കിൽ ഡിസോൾവ്ഡ് പിന്നെ സോൾട്ട് ഉണ്ട്, കുറേ ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഗുഡ് കണ്ടക്ടറായി മാറുന്നു. നെക്സ്റ്റ് പേജ്, കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഡെഫിനിഷൻ. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസസ് വിച്ച് അലൗ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം. ആൻഡ് ഇൻസുലേറ്റേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ്? നോൺ കണ്ടക്ടേഴ്സിനെ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നു. ഇൻസുലേറ്റേഴ്സ് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് അലൗ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം. ആൻഡ് കണ്ടക്ടേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇൻസുലേറ്റേഴ്സ്. ദെൻ അയൺ, കോപ്പർ, ഗോൾഡ്, സ്റ്റീൽ, ഗ്രാഫൈറ്റ് ആൻഡ് വാട്ടർ ആർ ഇലക്ട്രിക് കണ്ടക്ടേഴ്സ്. എക്സാമ്പിൾസ് ഉണ്ട്. ദെൻ ഡ്രൈ വുഡൻ ബ്ലോക്ക്, പേപ്പർ, പ്ലാസ്റ്റിക്, ക്ലോത്ത് എക്സെട്ര ആർ insulators. When we turn on a switch, do we touch the parts through which electricity passes? അതായത് നമ്മൾ ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ആ പാർട്സിലാണോ നമ്മൾ ഡയറക്റ്റായിട്ട് തൊടുന്നത്? നോ അല്ലേ. ദ പാർട്സ് വി ടച്ച് ഇൻ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആർ മെയ്ഡ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. ഇലക്ട്രിക്കൽ അപ്ലയൻസസിലൊക്കെ നമ്മൾ തൊടുന്ന ആ പാർട്സ് അല്ലേ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ആ ഭാഗം ഇൻസുലേറ്റേഴ്സ് കൊണ്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഷോക്ക് ഏൽക്കില്ല. വാട്ട് അബൌട്ട് ദ പാർട്സ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? അതായത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന പാർട്സ് ആണെങ്കിലോ? ദർ ആർ മെനി സിറ്റുവേഷൻസ് വെയർ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ആർ യൂസ്ഡ്. കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും ഉപയോഗിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ടാബ്ലേറ്റ് സച്ച് സിറ്റുവേഷൻസ് യു ആർ ഫെമിലിയർ വിത്ത്. താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ സിറ്റുവേഷൻസ് ഇൻ വിച്ച് കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡും സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഇൻസുലേറ്റേഴ്സ് ആർ യൂസ്ഡും, അതായത് കണ്ടക്ടേഴ്സ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസും ഇൻസുലേറ്റേഴ്സ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസും ടാബ്ലേറ്റ് ചെയ്ത് തരം തിരിച്ചെഴുതാനാണ് പറയുന്നത്. സോ ദ ആൻസേഴ്സ് ആർ, ഫസ്റ്റ് തന്നെ നമുക്ക് അതിൽ തന്നെ 2 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, സിറ്റുവേഷൻ ഇൻ വിച്ച് കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ്. അതിൽ
First one, metal body of an iron box when heated. Then aluminum foil used for cooking. Then heating element in an electric kettle. Then filament of an incandescent light bulb. Incandescent light bulb എന്ന് പറഞ്ഞാൽ കത്തുന്ന ജ്വലിക്കുന്ന ഒരു ലൈറ്റ് ബൾബ്, അതായത് കത്തുന്ന ബൾബ്. ദെൻ ഇൻസുലേറ്റേഴ്സിൽ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് കോട്ടിംഗ് ഓവർ കോപ്പർ വയർ. പിന്നെ എന്താണ്, ഹാൻഡിൽ ഓഫ് എ സ്ക്രൂ ഡ്രൈവർ, റബ്ബർ ഗ്ലൗസ് വോൺ ബൈ ഇലക്ട്രീഷ്യൻസ്, ദെൻ സെറാമിക് പാർട്സ് ഇൻ ആൻ ഇലക്ട്രിക് ഹീറ്റർ, ദെൻ വുഡൻ ഹാൻഡിൽ ഓഫ് എ കുക്കിംഗ് യൂട്ടൻസിൽ. ഓഫ് എ ആണ്, ഓഫർ അല്ല, ഓഫ് എ കുക്കിംഗ് യൂട്ടൻസിൽ. നെക്സ്റ്റ്, let's repeat the experiment that you have done to distinguish conductors and insulators. Connect the ends A and B using each of the following substances. അതായത് താഴെ കുറച്ച് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്, അവയെല്ലാം വെച്ച് എ ആൻഡ് ബി എൻഡ് കണക്ട് ചെയ്യാനാണ് പറയുന്നത്. മെറ്റീരിയൽസ് എന്തെല്ലാം മെറ്റീരിയൽസാണ്? അയൺ നെയിൽ, കോപ്പർ വയർ, സിൽവർ ഓർണമെൻറ്റ്, ഗോൾഡ് ഓർണമെൻറ്റ്, അലുമിനിയം വയർ, എ പീസ് ഓഫ് സിങ്ക്, lead wire, magnesium ribbon, a piece of tin sheet. ഇവയെല്ലാം വെച്ച് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഡു ഓൾ സബ്സ്റ്റൻസസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? ആൻസർ ഈസ് യെസ് അല്ലേ. ഓൾ ദീസ് മെറ്റീരിയൽസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഡു ദീസ് സബ്സ്റ്റൻസ് ഹാവ് എനി കോമൺ ക്യാരക്ടേഴ്സ്? ഈ സബ്സ്റ്റൻസിലൊക്കെ എന്തെങ്കിലും കോമൺ ആയിട്ട് ഒരു സ്വഭാവ സവിശേഷതയുണ്ടോ? യെസ്, ബിക്കോസ് ദേ ആർ മെറ്റൽസ് അല്ലേ. ഇവയെല്ലാം മെറ്റൽസ് ആണ്. ദാറ്റ്സ് വൈ മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇപ്പം നമുക്ക് മനസ്സിലായി എല്ലാ മെറ്റൽസും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമെന്ന്. ഓക്കെ മക്കളെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഐ വിൽ ബി ബാക്ക് വിത്ത് ദ പാർട്ട് 3 ഓഫ് ദിസ് ചാപ്റ്റർ വെരി സൂൺ. താങ്ക് യു.